ചില കുട്ടികൾക്ക് ഇത് മഞ്ഞപ്പ് ഒത്തിരി ബ്രെയിനിലേക്ക് കയറി കഴിഞ്ഞാൽ ഫിക്സ് വരാനും കെഡിക്ട്രസ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ ബ്രസ്റ്റ് ലേശം ഇങ്ങനെ വീങ്ങിയിരിക്കുന്ന പോലെ കാണും. അപ്പോൾ ഇത് ഉടച്ച് പാല് കളയണമെന്നൊക്കെ പറഞ്ഞിട്ട് അതും വിട്ട് പണിയാറുണ്ട്. ദയവ് ചെയ്ത് അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. കാരണം നമ്മളിപ്പോൾ എയർലി കുഞ്ഞിനെ വെയിൽ കൊള്ളിക്കേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ 6 മാസം വരെ കുഞ്ഞുങ്ങളെ വെയിൽ കൊള്ളിക്കരുത് നമ്മൾ പറയുന്നത്. കാരണം റേഡിയേഷൻസ് കുഞ്ഞിനെ എഫക്ട് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ശ്രദ്ധിക്കാവുന്ന ബേസിക് ആയിട്ടൊരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. കുഞ്ഞിന് പനി ഉണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ മടി കാണിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയ പക്ഷേ കഞ്ഞിവെള്ളം ഉപ്പിട്ടെങ്കിലും കുഞ്ഞിന് നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ. നമസ്കാരം, ഞാൻ ഡോക്ടർ അനസ്, പീഡിയാട്രീഷ്യൻ, അപ്പെക്സ് ഹെൽത്ത് കെയർ, ആലുവ. നമ്മൾ പലപ്പോഴും ഇവിടെ ബിൽറൂബിൻ കൂടിയിട്ട് മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ നമ്മൾ ലൈറ്റ് അടിക്കാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. ജനിച്ച ഉടനെ ഒരു 2-ാം ദിവസം 3-ാം ദിവസം 4-ാം ദിവസമൊക്കെ കുഞ്ഞുങ്ങളെ ലൈറ്റ് അടിക്കുന്ന ഒരു രീതിയുണ്ട്, ഫോട്ടോതെറാപ്പി എന്ന് പറയും. അപ്പോൾ ഈ ഒരു മഞ്ഞപ്പിത്തം വരുന്നതെന്ന് വെച്ചാൽ ജനറലായിട്ട് അത് ഫിസിയോളജിക്കൽ ജോണ്ടിസ് ആണ്. കാരണം എല്ലാ കുട്ടികളിലും നമ്മൾ ജനറലായിട്ട് കാണുന്നൊരു കാര്യമാണ്. കാരണം ലിവറിൻ്റെ സൈസ് വളരെ ചെറുതായിരിക്കും, ആ തുടക്കത്തിൽ ഇമ്മ്യൂച്ചർ ആയിരിക്കും, നമ്മുടെ വയറിൽ ഗട്ട്സ് അത്ര ശരിയായിട്ടുണ്ടാവില്ല, നമ്മുടെ കുടലിലെ ബാക്ടീരിയാസ് ഗ്രോത്ത് ആയിട്ടുണ്ടാവില്ല, അപ്പോൾ മോഷൻ്റെ പോക്ക് ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ഇതെല്ലാം കാരണം കൊണ്ട് ഒരുപക്ഷെ ഏർലി ഡേയ്സിൽ മഞ്ഞപ്പിത്തം വരാം. ഇത് ഫിസിയോളജിക്കൽ ജോണ്ടിസ് ആണ്, പറയേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും നമ്മൾ ആ യൂണിറ്റ് 12 കൂടുതൽ വാല്യൂ കാണുകയാണെങ്കിൽ നമ്മൾ ഇനിഷ്യലി നമ്മളൊരു ലൈറ്റ് ഫോട്ടോതെറാപ്പി അടിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ചില ഘട്ടങ്ങളിൽ ഈ മഞ്ഞപ്പിത്തം കൂടിപ്പോയി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ബ്രെയിനിൽ എഫക്റ്റ് ചെയ്തിട്ട്, അതിൻ്റെ സ്പീച്ചിൻ്റെ ഭാഗങ്ങളിലൊക്കെ എഫക്റ്റ് ചെയ്തിട്ട്, കേൾവിയുടെ ഭാഗങ്ങൾ എഫക്റ്റ് ചെയ്തിട്ട് ഇതെല്ലാം കുഞ്ഞിനെ ഡമ്മൊക്കെ ആക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ, അതുപോലെ ചില കുട്ടികൾക്ക് ഇത് മഞ്ഞപ്പ് ഒത്തിരി ബ്രെയിനിലേക്ക് കയറി കഴിഞ്ഞാൽ ഫിക്സ് വരാനും കെഡിക്ട്രസ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയേണ്ട ഒരു ആവശ്യമല്ല. ഫിസിക്കൽ ജോണ്ടിസ് ആണെങ്കിൽ പോലും വേറെ ഇൻഫെക്ഷൻ കൊണ്ട് മഞ്ഞപ്പിത്തം കൂടാം, അതല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കുറച്ച് മിസ്മാച്ചിങ് കൊണ്ട് മഞ്ഞപ്പ് കൂടാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം, മഞ്ഞപ്പിത്തം എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത്. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ലിവറിൽ ഈ ബയൽ ഡക്റ്റ് ഒഴുകി പോകുന്ന ആ ചാനലിന് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ മഞ്ഞപ്പിത്തം വരാം. അപ്പോൾ 100 കൂട്ടം കാര്യങ്ങൾ മഞ്ഞപ്പിത്തത്തിന് കാരണമായിട്ടുണ്ട്. എന്നാലും ബേസിക്കായിട്ട് ഇൻ ജനറൽ കുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തം ഫിസിയോളജിക്കൽ ജോണ്ടിസ് ആണ്. അതിനെക്കുറിച്ച് അധികം പറയേണ്ട ആവശ്യമില്ല. ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുഞ്ഞിനെ നല്ല കംഫർട്ടബിളായിട്ട് പൊതിഞ്ഞ് കെട്ടി നല്ല ചൂടിൽ കെടുത്തുക എന്നുള്ളതാണ്. കാരണം കുഞ്ഞിന് ആ സമയത്ത് കിട്ടേണ്ടത് ഏറ്റവും നല്ല പരിചരണമാണ്. നമ്മൾ രാവിലെ പലരും മഞ്ഞപ്പിത്തം മാറാൻ വേണ്ടി പഴയ മിത്താണ്, പഴയ രീതിയാണ് രാവിലത്തെ വെയിൽ കൊള്ളിക്കുക, വൈകുന്നേരത്തെ വെയിൽ കൊള്ളിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആ വെയിലെ കൊള്ളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കേട് വേറെയും വരും. അതുപോലെ രാവിലെ തണുത്ത കാറ്റടിച്ച് കുഞ്ഞിന് അതും വേറെ കേട് വരും. ഇതെല്ലാം മഞ്ഞപ്പിത്തം പക്ഷേ കൂട്ടിന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ആവശ്യം നല്ലപോലെ പാൽ കൊടുക്കുക, നല്ലപോലെ മോശം പോകണമെന്ന് ശ്രദ്ധിക്കുക, കുഞ്ഞിനെ കംഫർട്ടബിളായിട്ട് നല്ലപോലെ പൊതിഞ്ഞ് കെട്ടി നല്ല ചൂടിൽ കിടത്തി കഴിഞ്ഞാൽ ഇതെല്ലാം തനിയെ മാറുന്ന കാര്യമുള്ളൂ. നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ വരുന്ന ചോദ്യമാണ് കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ട് ചുമയ്ക്കുന്നു എന്നുള്ളത്. കുഞ്ഞുങ്ങൾ ചുമയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. നമ്മൾ ബേസിക്കായി നമുക്ക് എല്ലാവർക്കും അറിയാം, അലർജി കൊണ്ട് കുഞ്ഞ് ചുമയ്ക്കാം, ഒരു വൈറൽ ഫ്ലൂ വന്ന കുഞ്ഞ് ചുമയ്ക്കാം, അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള വരുന്ന കഫക്കെട്ട് കൊണ്ട് കുഞ്ഞ് ചുമയ്ക്കാം, തൊണ്ടയിൽ വരുന്ന ഇൻഫെക്ഷൻ കൊണ്ട് ചുമയ്ക്കാം. ഇനി ഈ ചുമ ലാസ്റ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ചുമ കുറച്ച് ദിവസം നീണ്ടു നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ 2 ആഴ്ച 3 ആഴ്ച ഒരു ആൻറ്റിബയോട്ടിക് കൊടുത്തു, അലർജിയുടെ മരുന്ന് കൊടുത്തു, ചുമ മാറുന്നില്ലെങ്കിൽ നമ്മൾ രണ്ടാമത് വീണ്ടും ശ്രദ്ധിക്കണം. ചില കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ പദാർത്ഥങ്ങൾ നമ്മുടെ ലങ്സിൽ പോയിട്ട് ഫോറിൻ ബോഡി ലങ്സിൽ ഉണ്ടായ ശേഷം സ്ഥിരമായിട്ട് ചുമയ്ക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ലങ്സിൻ്റെ പൊസിഷൻ അറിയാൻ പറ്റും. ഈ ഫോറിൻ ബോഡി കൊണ്ടാണോ കുഞ്ഞ് ചുമക്കുന്നതെങ്കിൽ അത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല വീഡിയോകളും പറയുന്ന പോലെ, സ്ഥിരം പറയുന്ന പോലെ തന്നെ ഈ ഓറഞ്ച്, മുന്തിരി, നാരങ്ങ, പൈനാപ്പിൾ, തണ്ണിമത്തൻ, മാങ്ങ, പാഷൻ ഫ്രൂട്ട് ഇങ്ങനത്തെ ഇത്യാദി ഭക്ഷണങ്ങൾ കഴിച്ചാൽ ചില കുട്ടികൾക്ക് ചുമക്കാറുണ്ട്. അതിൽ പെരയ്ക്കകത്ത് ഒത്തിരി ഹൗസ്മായിട്ടുള്ള ബെഡിലേക്ക് ഉണ്ടെങ്കിൽ അത് കുഞ്ഞ് ചുമയ്ക്ക് കാരണമാവാറുണ്ട്. പിന്നെ ഒത്തിരി കുഞ്ഞുങ്ങൾ ഒത്തിരി കളിച്ച് വേർത്തൊക്കെ വന്ന ശേഷം ഒരു ചുമയ്ക്കുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ഇത് ഇൻഫെക്ഷൻ അല്ല, അത് ശരീരത്തിലെ വെള്ളത്തിന് അളവ് കുറഞ്ഞു പോകുമ്പോഴുണ്ടാവുന്ന ചുമയാണ്. അതിന് പ്രധാന കാരണം അത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. നേരത്തെ തന്നെ പറയാം, അത് അലർജി ചുമയാണ്, ആസ്മയുടെ ആദ്യ ലക്ഷണം കൂടിയാണ്. ചില കുട്ടികൾക്ക് മൂക്കിൽ ദശയുണ്ടെങ്കിൽ എപ്പോഴും ചുമയ്ക്കാം. അതുപോലെ മൂക്ക് ഒലിച്ചു നിൽക്കുന്ന കുട്ടികൾക്ക് ഈ മൂക്ക് വലിക്കുന്നത് അകത്ത് വലിക്കാറുണ്ട്, പോസ്റ്റ് നാസൽ ഡ്രിപ്പ് എന്ന് പറയും. അപ്പോൾ ആ അകത്ത് ഒലിച്ചു പോയി കഴിഞ്ഞാലും കുഞ്ഞുങ്ങൾ ചുമയ്ക്കാം. അപ്പോൾ എല്ലാ ചുമയും ഇൻഫെക്ഷനോ ന്യൂമോണിയോ കഫക്കെട്ടോ ആവണം നിർബന്ധമില്ല. കുഞ്ഞുങ്ങൾ ചുമയ്ക്കുമ്പോഴേ ഓടിപ്പോയി ആൻറ്റിബയോട്ടിക് മേടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചുമയുടെ മരുന്ന് പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ചുമയ്ക്ക് എപ്പോഴും നല്ലത് വെള്ളമാണ്. കുഞ്ഞുങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കുക, തൊണ്ട നനച്ചു കൊടുക്കുക. ഇനി ബേസിക്കായിട്ട് എൻ്റെ സാർ എപ്പോഴും പറയുന്ന പോലെ കൽക്കണ്ടം ഇത്തിരി ചെറിയ വെള്ളത്തിലിട്ട് കലക്കി അത് ചൂടാക്കിയിട്ട് ആ ചെറിയ ഇളവൻ ചൂടുവെള്ളം കുഞ്ഞുങ്ങൾക്ക് എത്തിരി കൊടുത്താൽ കഫം പോകാൻ ഏറ്റവും നല്ല ഒരു എക്സ്പെർട്ടോറാണ് കൽക്കണ്ടം. അപ്പോൾ പനിക്കൂർക്കയും കൽക്കണ്ടം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു ഫസ്റ്റ് ലൈൻ ചെയ്യുക. ഫാൻ്റെ സ്പീഡൊന്ന് കുറയ്ക്കുക, ഡസ്റ്റിൻ്റെ അറ്റ്മോസ്ഫിയറിനെ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ പുകയോ കുന്തിരിക്കോ ഇതിലൊക്കെ കത്തിച്ച് വെക്കുന്നതിന് അതൊന്ന് ശ്രദ്ധിക്കുക. പാർട്ടികളൊന്ന് അകറ്റി നിർത്തുക. ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ സോഫ്റ്റ് ടോയ്സ് ഒഴിവാക്കി നിർത്തുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞ് ചുമയ്ക്കുന്നുണ്ടെങ്കിൽ ഇനി ചുമയോടൊപ്പം തന്നെ കുത്തി വലിക്കുക, ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവുക, പക്കുത്തി വലിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഫാസ്റ്റ് ബ്രീതിങ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ലക്ഷണങ്ങളല്ല. ആസ്മയോടൊപ്പം തന്നെ ലങ്സിൽ കഫക്കെട്ട് കൂടിക്കഴിഞ്ഞാൽ ന്യൂമോണിയ വന്ന് ഡിലേ ആവാതെ നോക്കുക. അങ്ങനെയുള്ള കുഞ്ഞ് ചുമ മാറാതെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ന്യൂമോണിയ ചുമ പനിക്കൊക്കെ ആദ്യം ചിലപ്പോൾ പനിച്ചെന്ന് വരത്തില്ല,
ഇപ്പോൾ തൊണ്ടയിൽ ടോൺസിൽസോ ഫാരഞ്ചൈറ്റിസൊക്കെ വന്നാൽ ചിലപ്പോൾ നല്ല പനിയായിരിക്കും, ഇയർ ഇൻഫെക്ഷൻ ആയിരിക്കും. പക്ഷേ ന്യൂമോണിയയുടെ പനിക്കൊന്നും ചുമയ്ക്ക് അധികം പനിയൊന്നും ആദ്യം ഉണ്ടാവില്ല, അത് കൂടുതൽ ബാഡ് ആകുമ്പോഴാണ് ഉണ്ടാവുക. കുഞ്ഞിന് ഫാസ്റ്റ് ബ്രീത്തിങ് ഉണ്ടാവുക, കുഞ്ഞിന് ശ്വാസം എടുക്കാൻ പ്രയാസം ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, കുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുക, അങ്ങനെ ചുമയൊക്കെ ആണെങ്കിൽ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കണം, ചെസ്റ്റിൽ ഇൻഫെക്ഷൻ ആയിട്ടാണെന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ ചുമയ്ക്ക് കാരണമാവാം. അപ്പോൾ ഇത് നല്ല ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ അത് കൃത്യമായിട്ട് ആ റീസൺ നോട്ട് ചെയ്തിട്ട് അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നതിന് എപ്പോഴും നല്ലത്. നമ്മളെ കുഞ്ഞുങ്ങളിൽ പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി വറി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് റഷ് ചെയ്യും കുഞ്ഞിനെയും കൊണ്ട്, അല്ലേ? നമ്മൾ ശ്രദ്ധിക്കാവുന്ന ബേസിക് ആയിട്ടൊരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക കുഞ്ഞിന് പനി ഉണ്ടെങ്കിൽ വെള്ളം കുടിക്കുക, മടി കാണിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയ പക്ഷേ കഞ്ഞിവെള്ളം ഉപ്പിട്ടെങ്കിലും കുഞ്ഞിന് നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുഞ്ഞിന് തീരെ ക്ഷീണം ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ പനി ഉണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലി ഒരു പാരസെറ്റമോൾ ഇടവിട്ട് കൊടുക്കാം, ഒരു 4 to 6 hour ഗ്യാപ്പിൽ. കാരണം പനിയുടെ ആദ്യ ദിവസങ്ങളിൽ പനിയുടെ ഫ്രീക്വൻസി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് 4 മണിക്കൂർ തന്നെ പനിയുടെ മരുന്ന് കൊടുക്കാം കറക്റ്റ് അളവിൽ. നമ്മളിപ്പോൾ ഒരു കുഞ്ഞു പനിയാണ്, ഡോക്ടറെ ഞങ്ങൾ കുറച്ച് മരുന്ന് കൊടുത്തു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഈ കുഞ്ഞു പനിക്ക് കുറച്ച് മരുന്നല്ല, ഓരോ മരുന്നിനും അതിൻ്റെ ഡോസ് ഉണ്ട്. കുഞ്ഞിൻ്റെ വെയിറ്റ്, ബോഡി വെയിറ്റ് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഡോസ് പറയുന്നത്. അപ്പോൾ ആ ഡോസ് തന്നെ ആ മരുന്ന് കൊടുക്കണം. അപ്പോൾ 4 മണിക്കൂറിൽ കൊടുക്കാം, 6 മണിക്കൂറിൽ കൊടുക്കാം. ഇനി ആദ്യ 2 ദിവസങ്ങളിൽ പനി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പക്ഷേ 8 മണിക്കൂർ പനിക്കാം, ചിലപ്പോൾ 12 മണിക്കൂർ പനിക്കാം, ചിലപ്പോൾ രാത്രി മാത്രമേ പനിക്കുള്ളൂ. അപ്പോൾ അന്നേരം മാത്രമേ പിന്നെ നോക്കിയിട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഇപ്പോൾ പനി ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ ഫിറ്റ്സോ അല്ലെങ്കിൽ പല പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇപ്പോൾ പനി ഒരു പരിധി വരെ, ഒരു 100-102 ഡിഗ്രിയൊക്കെ പനി വരെ ചെറിയ പനി പാരസെറ്റമോൾ കൺട്രോൾ ചെയ്യും. പക്ഷേ അതിന് മേലേക്ക് പനി കൂടുതലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ മെഫ്ത എന്നുള്ള മരുന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കാരണം നമ്മൾ മെഫെനോയിക് ആസിഡ് വാട്സപ്പിൽ നമുക്ക് പല മെസ്സേജസ് വരാറുണ്ട്. ഈ മെസ്സേജസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഫേക്ക് ആയിട്ടുള്ള മെസ്സേജസ് ആണ്. നമുക്ക് ഏറ്റവും നല്ലൊരു മരുന്ന് ഐബുജസ്റ്റിക് ബ്രൂഫൻ അല്ലെങ്കിൽ മെഫെനോയിക് ആസിഡ്. ഹൈ ഫീവറിന് ഈ മരുന്ന് വർക്കൗട്ട് ആവാറുണ്ട്. ഡോസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ വെയിറ്റിന് നേരെ പകുതിയാണ്. ഒരു 10 കിലോ കുഞ്ഞാണെങ്കിൽ ഒരു 5 ml വെയിറ്റ് കണക്കാക്കിയിട്ട് നമ്മളിപ്പോൾ മരുന്നും ഭക്ഷണം ഈ മെഫെനോയിക് ആസിഡ് അല്ലെങ്കിൽ ഐബുജസ്റ്റിക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിൻ്റെ പനി ആ ഒരു കുറച്ചധികം നേരത്തേക്ക് മാറി നിൽക്കും. അതുമാത്രമല്ല ആ ഒരു വലിയ പനി കൺട്രോളിലേക്ക് വരും. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ ഹോസ്പിറ്റലിൽ കുഞ്ഞ് റഷ് ചെയ്ത് പോകുമ്പോൾ ആ ഹോസ്പിറ്റലിൽ എന്താ ചെയ്യുക, പനി കൂടിക്കഴിഞ്ഞാൽ ബാക്കിൽ ഒരു ഗുളിക വയ്ക്കും. അതിൻ്റെ പേരാണ് സപ്പോസിറ്ററി. നമുക്ക് നമ്മുടെ എല്ലാവരും വീട്ടിലൊരു ഗുളിക സപ്പോസിറ്ററി കീപ്പ് ചെയ്യുന്ന കാര്യമുള്ളൂ. ഫ്രിഡ്ജിൽ ഇരുന്നോളൂ, കേടാവത്തില്ല. അതിന് 80-ൻ്റെയും 170-ൻ്റെയും 250-ൻ്റെയും പല സ്ട്രെങ്ത്തിലുള്ളതുണ്ട്. അപ്പോൾ കുഞ്ഞ് വളരെ ചെറിയ കുട്ടികളാണ് 80-ൻ്റെയും, ഒരു 15-10 കിലോ വെയിറ്റൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ 170-ൻ്റെയും, ഒരു 15 കിലോയ്ക്ക് മേലുള്ള കുട്ടികളുടെ വീട്ടിലാണെങ്കിൽ 250-ൻ്റെ സപ്പോസിറ്ററി കീപ്പ് ചെയ്യണമെങ്കിൽ അതവിടെ ഇരുന്നോളും, കേടാവത്തില്ല. ഒരു ഹൈ ഫീവർ വന്നു, നമ്മൾ പാരസെറ്റമോൾ കൊടുത്തു, മെഫെനോയിക് ആസിഡ് ബ്രൂഫിന് കൊടുത്തു, കുറയുന്നില്ല, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് ഇപ്പോൾ നമുക്ക് രാത്രിയിലേക്കാണ് ബുദ്ധിമുട്ടുണ്ട്, ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി മഴക്കാലം വരികയാണ്, പനി സീസൺ വരികയാണ്, കരുതിയിരിക്കാൻ നമുക്ക് ഈ സപ്പോസിറ്ററി വീട്ടിൽ വയ്ക്കാം. ഈ സപ്പോസിറ്ററിക്ക് നിസ്സാര രൂപ 10 രൂപയുടെ വിലയുള്ളൂ. അത് എടുക്കുക, നമ്മൾ പൊട്ടിക്കുക, ആ മെഴുകു പോലത്തെ ചെറിയ ഗുളികയുണ്ട്, ജസ്റ്റ് ഒന്ന് നനച്ചെടുത്തിട്ട് ആ കുഞ്ഞിനെ മലദ്വാരത്തിലേക്ക് അങ്ങ് തള്ളി വിട്ട് കഴിഞ്ഞാൽ ബുള്ളറ്റ് ഷേപ്പാണ്, അത് കയറിപ്പോക്കോളും. അത് പോയി കഴിഞ്ഞാൽ ചന്തി ഒരു ഇത്തിരി നേരം കൂട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ കുഞ്ഞിനെ ചിലപ്പോൾ തള്ളി പുറത്തേക്ക് കളയും. ഒരു 5 മിനിറ്റ് ചന്തി കൂട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഈ ഗുളി അകത്തിരുന്ന് ഉരുകിപ്പോകും. നോക്കും കുഞ്ഞിൻ്റെ പനി എപ്പോഴും മാറിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ടെൻഷൻ എടുത്ത് ഹോസ്പിറ്റലിൽ പോകേണ്ട യാതൊരു ആവശ്യമില്ല. നല്ലപോലെ തുടച്ചു കൊടുക്കുക. എവിടെ തുടയ്ക്കുക? പല പാരൻസ് പറഞ്ഞാൽ നെറ്റിൽ തുണിയിട്ടെന്ന് പറയും. നമ്മൾ ആ സീരിയൽ കാണുന്നതാണ്. കാരണം നെറ്റിൽ തുണിയിട്ട് കഴിഞ്ഞാൽ പനി മാറുന്നൊരു വിശ്വാസം നമുക്കുണ്ട്, അത് സീരിയൽ കാണുന്നതാണ്, സിനിമയിൽ കാണുന്നതാണ്. പക്ഷേ നെറ്റിൽ തുണിയിട്ട് കഴിഞ്ഞാൽ പനി മാറത്തില്ല. പനി മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ കക്ഷഭാഗവും ഒടിഭാഗവും നല്ലപോലെ തുടയ്ക്കണം. അത് എന്ത് വെള്ളം വെച്ച് തുടയ്ക്കണം? എപ്പോഴും നല്ലത് റൂം ടെമ്പറേച്ചർ. ഒത്തിരി ചൂടുള്ള വെള്ളം വെച്ച് നമ്മൾ തുടച്ചാലും പനി ചിലപ്പോൾ കുറയത്തില്ല. തണുത്ത വെള്ളം കുഞ്ഞിനെ ആരോഗ്യപ്പെടുത്തും. അപ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചർ വെള്ളമായിരിക്കും എപ്പോഴും നല്ലത്. തുടർച്ചയായിട്ട് 10 മിനിറ്റ് കക്ഷഭാഗം ഒടിഭാഗം തുടച്ചെടുത്ത് കഴിഞ്ഞാൽ എത്ര പേർ പനിയാണെങ്കിലും കുഞ്ഞിന് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയും കാലം ശ്രദ്ധിക്കുക. ഈ വീഡിയോ വീണ്ടും ഒന്നുകൂടി കാണുക, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പനിയെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കുക. ഇനി പനി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും മറ്റു കാരണങ്ങളുണ്ട്, വെച്ചുകൊണ്ടിരിക്കരുത്. ഒരു ദിവസം 2 ദിവസത്തിനുള്ളിൽ വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുക, ഡോക്ടറോട് കാണിക്കുക, എന്തുകൊണ്ട് പനിക്കണമെന്നുള്ളത് കൂടി റൂൾ ഔട്ട് ചെയ്യുക. താങ്ക് യു.